ചരിത്രമുറങ്ങുന്ന പൊന്നാനിപ്പള്ളി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമുമാർ ഇസ്ലാമിക അധ്യാപനത്തിൻ്റെ പുതിയ സാധ്യതകളും വഴികളും അറിവിൻ്റെ വിസ്ഫോടനങ്ങളും തുറന്ന ഇടം. ഈ പള്ളി എന്താണ്? ഈ പള്ളിയിൽ കരുതി വെച്ച അത്ഭുതങ്ങൾ എന്താണ്? ആ അത്ഭുതങ്ങൾ കാണുകയും അറിയുകയുമാണ് കാരവാൻ യാത്രയിലെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ. നമുക്ക് പൊന്നാനിപ്പള്ളിയിലേക്ക്. അപ്പോൾ ഞാൻ പൊന്നാനിപ്പള്ളിയുടെ മിഹ്റാബിന് മുൻപിലാണുള്ളത്. മാഷേ, ഈ പള്ളിക്ക് പുറം പോലെ തന്നെ അകവും അതിനേറെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് ഈ മിമ്പറും ഈ ഒരു മിഹ്റാബും ഒക്കെ, അതിൻ്റെ ഒരു കഥകൾ എന്താണ്? ഇത് പൊന്നാനി ജുമാഅത്ത് പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ മിമ്പറാണ്. മിമ്പർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹാപ്രഗത്ഭരായ മഹദൂമാരെ കുത്തുബോധിയ മിമ്പറാണ്. ഏകദേശം എത്ര വർഷം പഴക്കം? ഇതിന് ഏകദേശം ഒരു 100 ചില്ലാൻ വർഷത്തെ പഴക്കമുള്ളൂ. പക്ഷേ ഇതിന് മുമ്പൊരു മിമ്പർ ഉണ്ടായിരുന്നു. ആ മിമ്പർ രണ്ടാമത് പൊളിച്ച് റിപ്പയർ ചെയ്താണ് ഈ മിമ്പർ. ആ പഴയ മിമ്പറിൻ്റെ ഒരു ഭാഗം ഇതിന് പിൻഭാഗത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ മിമ്പർ സ്ഥാപിച്ചത് തൊട്ടടുത്ത വീട്ടിലെ തരകം കൂജിനിക്കാനകത്ത് കുഞ്ഞാട്ടി എന്ന് പറഞ്ഞ ആളാണ്. അത് ഇവിടുത്തെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രഗത്ഭർ, മഹദൂമാർ പ്രഗത്ഭരും ഒരുപാട് പണ്ഡിതന്മാരും കുത്തുബ നിർവഹിച്ച മിമ്പറാണിത്. ഒരു കാലത്ത് ഇതിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കണം. അതായത് ഒരാൾ കയറി മലയാളത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ പ്രസംഗം ആരംഭിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്ര പാരമ്പര്യമുള്ള മിമ്പറാണ്. പിന്നെ ഇത് മെഹ്റാബ്. ഈ മെഹ്റാബിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമാക്കും റംസാൻ്റെ ചില പ്രത്യേക ദിവസങ്ങളിലും പുണ്യ ദിവസങ്ങളിലും അതേപ്രകാരം തന്നെ 2 പെരുന്നാളിനും മാത്രമേ ഈ മെമ്പറിൽ ഇമാമത്തിന് നിൽക്കാറുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇമാമ നിൽക്കാറ് ഇവിടാണ്. എന്താണ് അത് ഉപയോഗിക്കാത്തത്? എന്താണ്? അല്ല, അത് പഴയകാലം മുതൽ അതാണ്. ഒരു മഖ്ദൂമിയൻ പാരമ്പര്യമാണ്. മഖ്ദൂമിയൻ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ട രണ്ടാമത്തെ ദുആ. മറ്റു പല പള്ളികളിലും ഇല്ലാത്ത ഒരു സമ്പ്രദായമാണ്. ആ പഴയ പാരമ്പര്യം അനുസരിച്ച് തന്നെ ഇവിടെ നിൽക്കുന്നത് ആയതുകൊണ്ട് മാത്രമല്ല, ദുആക്ക് ശേഷം സ്വലാത്തും ഇല്ല. സ്വലാത്ത് ചെല്ലണ പരിപാടി ഇവിടെ ഇല്ല. അതൊക്കെ ഒരു മഖ്ദൂമിയൻ പാരമ്പര്യം. പിന്നെ സുബഹിക്ക് അതേപ്രകാരം തന്നെ ഔറാദ് ഉണ്ടായിരുന്നു കാലത്ത്. പ്രത്യേകിച്ച് റംലാൻ്റെ ദിനരാത്രങ്ങളിലൊക്കെ ഔറാദുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് അതൊന്നുമില്ല. കാരണം ഔറാദ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ആ ഔറാദിന് പൊന്നാനിയിലെ പല പ്രഗത്ഭരും പങ്കെടുത്തിരുന്ന ഒരു ഔറാദായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മഖ്ദൂമിയൻ പാരമ്പര്യമാണ് ഇവിടെ തുടരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മിമ്പറും മെഹ്റാബും ഒക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഇത് ഓരോ കാലത്തും വരുന്ന സ്ഥാനമേൽക്കുന്ന മഖ്ദൂമ് ഇരിക്കുന്ന സ്ഥലമാണിത്. ഏത്? ഈ പടം, ഈ മുസല്ല മഖ്ദൂമ് മാത്രമേ ഇരിക്കുന്ന മുസല്ലാണ്. മഖ്ദൂമ് ഇല്ലാത്തപ്പോഴാണ് ആരെങ്കിലും പിന്നെ മുസല്ല മാറ്റിയിട്ട് അവിടെ ഇരിക്കുള്ളൂ. ആ കാലികമായിട്ട് പഴയ കാലം മുതൽ തന്നെ വരുന്ന ഒരു പാരമ്പര്യമാണ്. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ കാലി ഇമാമൊക്കെ ആയിരിക്കും ഇതിലുണ്ടാവും. അങ്ങനെ അല്ല, അതല്ല മഖ്ദൂമ്. ഇപ്പോഴുള്ള മഖ്ദൂം എന്ന് പറഞ്ഞാൽ സയ്യിദ് മുത്തുക്കോയത്തങ്ങളാണ് 40-ാമത്തേത്. അത് അങ്ങനെ ശരിക്കും ഈ മഖ്ദൂമാരെ പാരമ്പര്യം അബൂബക്കർ സിദ്ദീഖിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇതിൽ തങ്ങന്മാർ വരുന്നത് ഇവിടെ മരുമകത്തായ സമ്പ്രദായം അനുസരിച്ചിട്ടാണ് ഈ സ്ഥാനാരോഹണം. കോഴിക്കോട് കാളിമാരും അങ്ങനെ തന്നെ, സാമൂതിരി രാജാവ് അങ്ങനെ തന്നെ, കടത്തനാട് രാജാക്കന്മാരും ഒക്കെ ആ പാരമ്പര്യമാണ്. ആ പാരമ്പര്യ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിട്ടാണ് വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂപ്പര് അതായത് സയ്യിദായത്. അങ്ങനെ 3-4 സയ്യിദന്മാരാ മഖ്ദൂമാരായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ള സമയത്ത് അദ്ദേഹം മാത്രമേ ഇരിക്കുകയുള്ളൂ. വേറെ ആർക്കും അവിടെ ഇല്ലല്ല, അവിടെ ഇരിക്കൂല. അത് മഖ്ദൂമിനുള്ള സ്ഥാനമാണ്. എന്താണ് മിമ്പറിലൊരു പഴയ കല്ല് എന്ന് പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ ഒരു അറാണ്. പിന്നെ ഇതിന്റെ പിറകിലാണ് നമ്മൾ പറഞ്ഞ കല്ല് കിടക്കുന്നത്. ഇതിന്റെ ഒരു പഴയ മുകളിലെ ഭാഗം അല്ലേ? അത് പഴയ കാലത്തുള്ള മിമ്പർ. ഇതേ രീതിയിലാണ് പിന്നെ നമ്മളെ ഇവിടുത്തെ കോട്ടക്കൽ ആര്യവിദ്യശാലൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ,
പി.കെ. വാര്യർ പി.കെ. വാര്യർ അവിടെ ഒരു പള്ളിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. കോട്ടക്കൽ ഒരു പള്ളിക്ക് ഇതേമാതിരി മെമ്പർ, ഇതേമാതിരി ആകൃതിയിൽ. അതൊക്കെ കോട്ടക്കൽ ആര്യവിദ്യശാലൻ്റെ അക്കാലത്തെ ഓണർ പി.കെ. വാര്യർ. അത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ലക്ഷണം, ഒരു അടയാളം കൂടിയിട്ടാണ്. നമ്മളൊരു വിളക്കത്തിരിക്കുക എന്ന് പറയുന്നൊരു സംവിധാനമാണെന്ന് തോന്നുന്നല്ലേ? അത് എന്താണ് ശരിക്കും ആ ഒരു സംഭവം എന്താണ്? ഇതാണ് ചരിത്ര പ്രസിദ്ധമായ വിളക്കത്തിരിക്കലിൻ്റെ വിളക്ക്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ദർസ് ആരംഭിച്ച അക്കാലം മുതൽ തന്നെ ഈ വിളക്ക് ഇവിടെ ഉണ്ട്. മഖ്ദൂം ഒന്നാമനാണ് ദർസ് ആരംഭിച്ചത്. ആ കാലം മുതൽ തന്നെ ഈ വിളക്ക് ഇവിടെ ഉണ്ട്. വർഷം ബേസ് ചെയ്ത് പറയുമ്പോൾ എത്ര വർഷം മുൻപ്? ഒരു ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ്. 500 വർഷങ്ങൾക്ക് മുമ്പാണ് പള്ളി സ്ഥാപിച്ചത്. അപ്പോൾ അക്കാലം മുതൽ തന്നെ ഈ വിളക്ക് ഇവിടെ ഉണ്ട്. ഈ വിളക്കിൻ്റെ ചുറ്റുഭാഗത്തും ഇരുന്നിട്ടായിരുന്നു ഒരു കാലത്ത് പിന്നെ പഠിതാക്കളൊക്കെ പഠിച്ചിരുന്നത്, മുത്തഅല്ലിമീങ്ങളൊക്കെ പഠിച്ചിരുന്നത്. അങ്ങനെ പഠനം പൂർത്തിയാക്കിയ ആളുകളെ മഖ്ദൂം ലേശം മുമ്പിലേക്കും കൊണ്ട് മാറ്റി നിർത്തിയിട്ട് ഒരു തലയെക്കെട്ട് കെട്ടി കൊടുക്കും. അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവർ പണ്ഡിതനായി, അല്ലെങ്കിൽ വിളക്കത്തിരിക്കൽ കോഴ്സ് പൂർത്തിയാക്കിയവനായി. അങ്ങനെ പഠിച്ച ആളുകൾക്കാണ് ആദ്യകാലത്ത് വിളക്കത്തിരിക്കൽ പണ്ഡിതന്മാർ എന്നറിയപ്പെട്ടിരുന്നത്. ഈ തലയെക്കെട്ട് കെട്ടി കൊടുക്കുന്നതുകൊണ്ടായിരിക്കുമോ പിന്നീട് മുസ്ലിംമാർ? പിന്നീട് മുസ്ലിംമാർ ആ ഒരു രീതി വന്നത് അതുമുതൽക്കാണ്. കേരളത്തിൽ ആദ്യമായി മുസ്ലിയാർ പട്ടം നൽകിയത് ഇവിടുന്നാണ്. അതിനു മുമ്പ് ദർസുകൾ ഉണ്ടായിരുന്നു. താനൂരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ദർസ്. 1276 ആ ദർസ് ആരംഭിച്ചത്. അത് അല്ലാമ ഹദ്റമിയാണ് ആ ദർസിൻ്റെ സ്ഥാപകൻ, താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ. അതിൻ്റെ ശേഷം 16-ാം നൂറ്റാണ്ടിൽ ദർസുകൾ ഉണ്ടായിരുന്നു എന്ന് ഇബ്നു ബത്തൂത്ത രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കോഴിക്കോടും ദർസുകൾ ഉണ്ടായിരുന്നു. പിന്നെ റമദാനു ഷാലിയാത്തിയുടെ നേതൃത്വത്തിൽ ആ ദർസിൽ പഠിച്ച പണ്ഡിതനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. ആ ദർസിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈജിപ്തിലേക്ക് പോയത്. അതിന് ശേഷമാണ് ഇവിടെ ദർസ് ആരംഭിച്ചത്. അപ്പോൾ ഈ ദർസിൽ നിന്ന് ഇതിനകം തന്നെ 10,000-കണക്കിന് ആളുകൾ കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തും പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി വന്നിട്ടുണ്ട്. അപ്പം മുസ്ലിയാർ പട്ടം എന്ന് ആദ്യമായി നൽകിയത് ഇതിൻ്റെ ചുറ്റുഭാഗം ഇരുന്ന് വിളക്കിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ആളുകളാണ്. ഈ വിളക്കത്തിരിക്കുക എന്നുള്ള ഒരു വിളക്കാശയം എന്തായിരിക്കും വരാൻ കാരണം? വിളക്കാശയം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർളി മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീഹാ സുജാജതു കഅന്നഹാ കൗകബുൻ ദുർറിയൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈത്തൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഉർബിയ്യ. അത് അപ്പോൾ അതിൽ നിന്നിട്ടാണ് ഈ അറിവ് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അതിൽ നിന്നാണ് ഈ വിളക്കുണ്ടായത്. അപ്പോൾ ഇതാണ് ചരിത്ര പ്രസിദ്ധമായ വിളക്ക്. അതിൻ്റെ അപ്പുറമുള്ള ഒരു വിളക്കുണ്ട്. അത് സാമൂതിരി രാജാവ് അക്കാലത്ത് സമ്മാനിച്ചതാണ്. സാമൂതിരിയും മഖ്ദൂംമാരും തമ്മിൽ വളരെ ബന്ധമായിരുന്നു. ഇവർ സംയുക്ത സേന രൂപീകരിച്ചിട്ടാണ് പോർച്ചുഗീസുകാർക്കെതിരായിട്ട് ആദ്യമായി പടയോട്ടം നടത്തിയതും തഹരീർ എന്ന കൃതി രചിച്ചതും അതിന് പ്രചോദിതമായിട്ടാണ്. അപ്പോൾ ഇതിന് പുറത്തുള്ള വിളക്ക് സാമൂതിരി രാജാവ് നൽകിയതാണ്. അപ്പോൾ ആ ഒരു ബന്ധം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദു മുസ്ലിം മൈത്രി പൊന്നാനിക്ക് മാത്രം പ്രത്യേകതയാണ്. ഇത് 1921 പോലും ഇവിടെ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ രീതിയിലാണ് ഇവിടുത്തെ മതസൗഹാർദ്ദം. ഇന്നേ വരെ ഒരു രീതിയിലും കലാപങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഈ നാടിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതൊക്കെ മഖ്ദൂംമാരുടെ ഒരു പിന്തുടർച്ചയാണ്. ഇതിൻ്റെ നേരെ കിഴക്ക് ഭാഗത്താണ് ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ സാമൂതിരിയുടെ ഒരു കാലത്ത് ആസ്ഥാനമായിരുന്ന തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. ഇതിൻ്റെ നേരെ കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം ഇന്നും പൊന്നാനിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പള്ളിയുടെ മുകൾ ഭാഗത്ത് കുറച്ച് അത്ഭുതങ്ങളുണ്ട്, കുറച്ച് മരങ്ങളും അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഈ പള്ളി നിർമ്മാണത്തിനെ കുറിച്ച് തന്നെ ഐതിഹ്യങ്ങളുണ്ട്. വെട്ടത്തുനാട് രാജാവിൻ്റെ മകൾക്ക്, വെട്ടത്ത് നാട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാരതപ്പുഴ മുതൽ താനൂർ വരെയുള്ള പ്രദേശത്തിനാണ് വെട്ടത്ത് നാട് എന്ന് പറയല്. അതിൻ്റെ രാജാവിൻ്റെ മകൾക്ക് ഒരു അസഹ്യമായ രോഗം ബാധിച്ച് അങ്ങനെ ഇവിടുത്തെ മഖ്ദൂം തങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ മഖ്ദൂം തങ്ങൾ ചില പ്രത്യേക ചികിത്സകൾ നടത്തി അത് മാറി. അതിന് പ്രത്യുപകാരമായി അദ്ദേഹം ഒരു മരം ചോദിച്ചു.
ആ മരം നിലനിൽക്കുന്നത് ഈ രാജാവിൻ്റെ കോവിലകത്തായിരുന്നു. പിന്നെ എല്ലാവരും അതിശയിച്ചു അതെങ്ങനെ ഈ മരം കൊടുക്കാന്നുള്ളത്. പക്ഷേ അന്ന് രാത്രി ഒരു അസാധാരണ സംഭവം ഉണ്ടായി. പെട്ടെന്ന് കാറ്റും പിന്നെ കോളും എല്ലാം കൂടെ വന്ന് മഴയെല്ലാം കൂടി വന്ന് അന്ന് രാത്രി ഈ മരം നേരെ പടിഞ്ഞാറ് കടലിൽ നിന്ന് പതിച്ച് ആ മരം കൊണ്ടിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഐതിഹ്യമുണ്ട്. പിന്നെ ഇവിടുത്തെ പള്ളി നിർമ്മിച്ച ആശാരിത്തങ്ങൾ പള്ളിയുടെ മുകളിൽ കയറി നോക്കിയപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് കഅബ കണ്ടു എന്നും അദ്ദേഹം മുസ്ലിമായി എന്നുമാണ് മറ്റൊരു ചരിത്രം. ആശാരിത്തങ്ങൾ ഖബർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. പിന്നെ അതേ പ്രകാരം തന്നെ ഇവിടുത്തെ പള്ളിയുടെ മുകളിലുള്ള ഒരു അരത്തട്ട്, ആ അരത്തട്ടിൻ്റെ മുകളിൽ ജിന്നുകൾ വന്ന് കേന്ദ്രീകരിച്ചിരുന്നെന്നും മഖ്ദൂം അവർക്ക് ദർശനം നടത്തിയിരുന്നു എന്നൊക്കെ അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങളുള്ള അത്ഭുതങ്ങളുള്ള പള്ളിയാണ്. ഇതിൽ ഈ ഒരു പള്ളി പുരാവസ്തു വകുപ്പോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ അങ്ങനെ ഉണ്ടല്ലോ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്? അത് പല പ്രാവശ്യം പലരും ആവശ്യപ്പെട്ട് ഈ പള്ളി റിപ്പയർ ചെയ്യാൻ വേണ്ടി കോടികൾ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലത്ത് 5-10 കൊല്ലം മുമ്പ് പലരും ബന്ധപ്പെട്ട്. പക്ഷേ ഇതേ ലെവലിൽ തന്നെ നിർത്തണം എന്നുള്ളത് നാട്ടുകാരുടെയും ഈ കമ്മിറ്റിയുടെയും താല്പര്യമാണ്. അതുകൊണ്ടിട്ടാണ് അതേമാതിരി തന്നെ നിലനിൽക്കുന്നത്. ഇത് മറ്റു പല പള്ളികളെ പോലെ പൊളിച്ച് നവീകരിക്കാൻ പലരും തയ്യാറാണ്. പക്ഷേ ഈ പൈതൃകം അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് ഇവിടുത്തെ താല്പര്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നിൽക്കുന്നത്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ വേറെ സർക്കാരുമായിട്ടൊരു ബന്ധമില്ല. ഇതിൻ്റെ അടിയിൽ ഒരു കല്ലുണ്ട് വൃത്താകൃതിയിലുള്ള. അത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ ഉസ്താദ് ഇബ്നു ഹജറുൽ ഹൈതമി. ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമനുണ്ട് രണ്ടാമനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമനാണ് ഈ പള്ളി നിർമ്മിച്ചതും ഈ ദർസ ആരംഭിച്ചതും തഹരീൽ തുടങ്ങിയ ഒരുപാട് കിതാബുകൾ രചിച്ചതും. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. അദ്ദേഹം ഇതേപോലെ മക്കയിൽ പഠിച്ച ആളുകൾ തന്നെയാണ്, മക്കയിൽ പഠിച്ച പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം അസ്ഹറിൽ പോയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്നു, ഗുരുനാഥനായിരുന്നു ഇബ്നു ഹജറുൽ ഹൈതമി. ഇബ്നു ഹജർ തന്നെ രണ്ടാൾക്കാരുണ്ട്. ഇബ്നു ഹജറുൽ അസ്കലാനി ഉണ്ട്, ഹൈതമി ഉണ്ട്. ഇബ്നു ഹജറുൽ അസ്കലാനി ഒന്നാമൻ്റെ കാലക്കാരനാണ്. ഇബ്നു ഹജറുൽ ഹൈതമി പിന്നെ അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്നു. അങ്ങനെ ഇവിടെ വരുന്ന അവസരത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കല്ല് ഇതിൻ്റെ താഴെയുണ്ട്, വൃത്താകൃതിയിലുള്ള കല്ല്. തൻ്റെ ശിഷ്യനെ കാണാൻ വേണ്ടി വന്ന് ഇവിടെ മാസങ്ങൾ താമസിച്ചു. ആ സമയത്തിൽ കൊണ്ടുവന്ന കല്ലിലാണ്, ഇബ്നു ഹജർ കൊണ്ടുവന്ന കല്ലാണ് ഇതിൻ്റെ താഴത്തുള്ള കല്ല്. പൊന്നാനി പള്ളിയിൽ ഒരു പക്ഷേ നമ്മൾ ആരും കാണാത്ത, ഇതുവരെ ആരെയും കാണിക്കാത്തൊരു അത്ഭുതമായിരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കല്ലല്ലേ? നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവുക പൊന്നാനി പള്ളിയിലെ വിളക്കെത്തിരിക്കുന്നതിൻ്റെ, ഈ പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ ഒരു വിളക്കും അതിൻ്റെ ഒരു രൂപവും ഒക്കെ ഒരു തളികയും ഒക്കെ ആയിരിക്കും നമ്മൾ കാണുക. പക്ഷേ അതിനടിയിൽ ഒരു കല്ലുണ്ട് എന്ന ഒരു ചിത്രം ഞാൻ ഏതായാലും ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ നമ്മൾ പലരും, പ്രേക്ഷകരിൽ പലരും കാണുന്നതും ഇതാദ്യമായിട്ടാണ്. ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ ഒരു തളികയുടെ ഈ ഒരു ബേസിൻ്റെ അതേ വലിപ്പത്തിൽ, അതേ വൃത്തത്തിൽ തന്നെയാണ് ഈ ഒരു കല്ലും ഇവിടെയുള്ളത്. കേരളത്തിലെ ആദ്യത്തെ പള്ളി ചേരമാൻ പള്ളിയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കൊടുങ്ങല്ലൂരത്തെ ചേരമാൻ പള്ളിയാണ്. ഈ പള്ളിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വൈജ്ഞാനിക വ്യാപനം ഇവിടുന്ന് ഉണ്ടായത്. ദർസ് സമ്പ്രദായം ഈ പള്ളിക്കുള്ള പ്രത്യേകത അതാണ്. ദർസ് സമ്പ്രദായം ഉണ്ടായത് ഇവിടുന്നാണ്. കേരളത്തിൽ മൊത്തം ദർസ് ആരംഭിച്ചതാണ്. ആ അവസരത്തിൽ മഖ്ദൂമാരിൽ മൂന്നാമത്തെ ആൾ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ഇബ്നു ഹജറുൽ ഹൈതമി ലോകപ്രശസ്ത പണ്ഡിതനാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ തുഹ്ഫ എന്ന് തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്, മുസന്നിഫാണ്. അദ്ദേഹം തൻ്റെ ശിഷ്യനെ കാണാൻ വേണ്ടി വരുന്ന അവസരത്തിൽ, അതായത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനെ കാണാൻ വരുന്ന അവസരത്തിൽ കൊണ്ടുവന്ന് ഈ പള്ളിയിൽ തൻ്റെ സ്മരണക്കായി സ്ഥാപിച്ച കല്ലാണത്. എന്താണ് അടച്ചിട്ടിരിക്കാൻ കാരണം? എന്താണത് അടച്ചിട്ടിരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ വല്ലാതെ അങ്ങനെയാണല്ലോ ആള്, പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മിസ്യൂസ് ചെയ്യും, കാണണമെന്നുള്ള ആയതുകൊണ്ട് ഇപ്പം ഈ അടുത്ത കാലത്താണ് ഇത് അടച്ചിട്ടത്. ഒന്നറിയും, ഇതിൻ്റെ അടിയിൽ വെള്ളമാണ്, വെള്ളം വെറും പച്ചവെള്ളം.
ഇതിന് മേലാണ് വെളിച്ചെണ്ണ. ഇതിൻ്റെ ഉള്ളിലേക്ക് തിരി ഇറക്കിയിരിക്കണം. ഈ തിരിയാണ് വൈകുന്നേരം മകരവിന് കൊടുക്കുന്നതിന് 2 മിനിറ്റ് 3 മിനിറ്റ് മുമ്പ് കത്തിക്കുക. പിന്നെ സുബൈനാണ് ഇത് ഓഫാക്കുക. എല്ലാ ദിവസവും ഇത് കത്തിക്കും. മകരിന് മുമ്പ് സുബൈന് ശേഷം ഓഫാക്കും. അന്ന് പഴയ കാലത്ത് കറണ്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായി. ആ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് ഈ വിളക്ക്. അങ്ങനെ ഈ വെളിച്ചത്തിൽ നിന്നാണ് രാത്രി ശലേക്കന്മാർ പഠിച്ചിരുന്നത്. അന്ന് കറണ്ട് ഇല്ലല്ലോ. ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് കുട്ടികളെയും ഉസ്താദന്മാരെയൊക്കെ കണ്ടു. അപ്പോൾ ഇപ്പം ആളുകൾ വരുന്നുണ്ടോ ഇവിടെ ഇരിക്കാൻ? ഇടക്കിടക്ക് ഓരോ സ്ഥലത്തു നിന്ന് മാർക്കസിൽ നിന്ന് മാലയിൽ നിന്ന് സമസ്തൻ്റെ ചേളാർ പലയിടത്തും വരുന്നുണ്ട്. വന്നിട്ട് ഇങ്ങനെ വിളക്കത്തിരിക്കും. അവർ ദ്വാരന്നിട്ട് പോകും. അത് പഴയ കോളേജാണ്, കേരളത്തിൻ്റെ പല ഭാഗത്തൊന്നും വരലുണ്ട്. പഴയ കാലങ്ങളിൽ കറണ്ട് ഇല്ലല്ലോ. ആ കാലഘട്ടത്തിൽ ഇവിടെ ബാങ്ക് വിളിക്കൽ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണ്. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന മുമ്പ് ഈ വാതിൽ അടഞ്ഞോടും. ബാങ്ക് വിളിക്കുന്നത് ഒരു ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വാതിൽ തുറക്കുമ്പോൾ ഒരു ഒച്ച ഉണ്ടാക്കണം. ഈ ചീർപ്പുണ്ടാവും, ഒച്ച. ആ പരിസരത്തുള്ളവർക്ക് ബാങ്ക് കൊടുക്കാനായി മനസ്സിലാവും. പിന്നെ വാതിൽ തുറക്കുമ്പോൾ അവിടെ നിന്നിട്ട് ബാങ്ക് കൊടുക്കും. പിന്നീടാണ് കറണ്ട് വന്നത്. അതിനുശേഷം ഇത് അവസാനിച്ച് പിന്നെ മൈക്കില്ല തുടങ്ങി. അതിൻ്റെ ചരിത്രം ഇതിന് നേരെ മുന്നിന് പോണ നേരെ തൃക്ക അമ്പലം മനസ്സിലായി. അപ്പോൾ അവിടം വരെ ഇതിൻ്റെ ഇത് സൗണ്ട് കേൾക്കും. അക്കാലത്ത് അങ്ങനത്തെ ഒരു ആൾക്കാരായിരുന്നു ഭാഗം സൗണ്ട്. ഇപ്പോൾ ആ സൗണ്ട് അത്രയും കേൾക്കാൻ സാധ്യതയില്ല. മനസ്സിലായി. ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ ഇതടക്കും. വാങ്ങ് കൊടുക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കി തുറക്കും. ഈ പഴയ നാലുകെട്ട് വീടുകൾക്കൊക്കെ ഉള്ളതുപോലെ ഇടനാഴി പൊന്നാനിയിലെ ഈ പള്ളിക്കുണ്ട്. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. ഇങ്ങനെ ചെറിയൊരു കോണി, അത് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തൊക്കെ പ്രായമുള്ള ആളുകൾക്ക് നേരത്തെ ഉള്ളൊരു കോണി, അത് നല്ല കുത്തനെയുള്ളൊരു കോണിയാണ്. ആ കോണി വഴി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ചില ആളുകൾക്കൊക്കെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ചെറിയ ചെറിയ കോണി. ഇതൊരു നാലുകെട്ടിനൊക്കെ പോലെ ഇതൊരു ഇടനാഴിയാണ്. ഏകദേശം 1 മീറ്റർ നീളത്തിൽ ഒരു ഇടനാഴി. ആ ഇടനാഴി നമ്മളിങ്ങനെ നടന്ന് നമുക്കിങ്ങനെ പോകാം. ഇതിങ്ങനെ പോകുമ്പോൾ നമ്മളിതിൻ്റെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. ഇത് ഭയങ്കര കൗതുകമുള്ളൊരു കാഴ്ചയാണ്. കാരണം ഞാൻ എന്താ പറയുക, പണ്ട് ഇതിന്നൊക്കെ കാറ്റ് കൊള്ളാൻ, ഇവിടെ വിശ്രമിക്കാനും, പിന്നെ പുറത്തേക്കൊക്കെ കിളി വാതിൽ അല്ലെങ്കിൽ കിളി ജനാലകൾ, ഇവിടെ ആ അർത്ഥത്തിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. ആ അർത്ഥത്തിൽ ഇതിങ്ങനെ തുറക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളുണ്ട്. ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കർട്ടൻ അപ്പുറത്തേക്കൊക്കെ നടക്കുന്നത്. ഇതിങ്ങനെ 4 കെട്ട് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വരാം. അപ്പം ആ കാഴ്ചകളൊക്കെയാണ്. ഏതായിരുന്നാലും ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ഇത് കാണിക്കാൻ പറ്റുമോ അങ്ങനെ കാണാമെന്നുള്ളതാണ്. അതിലെ തന്നെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കെട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് തന്നെ പോവാം. അതും നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും എന്താ കിളിവാതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണോ മൊയ്നുൽ ഇസ്ലാം? മൊയ്നുൽ ഇസ്ലാം സഭ, മൗനത്തുൽ ഇസ്ലാം സഭ. പണ്ട് മുസ്ലിം ഇസ്ലാം മതത്തിലേക്കൊക്കെ വരുന്ന ആളുകൾ ഇവിടെ താമസിച്ച് 2 മാസത്തെ കോഴ്സ്. എത്രയാണ്? 6. ഇപ്പോൾ 2ആയി. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും പിന്നെ ഒരുപാട് പഴയ പൗരാണികമായിട്ടുള്ള പഴയ കെട്ടിടങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു കിളിവാതിൽ, ഇവിടെയൊക്കെ നമ്മളിരുന്ന് ഈ റമദാൻ കാലത്തൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ഇവിടുത്തെ ഈ കാറ്റൊക്കെ കൊണ്ട് ഖുർആൻ ഓതുക എന്ന് പറയുന്നത് ഒക്കെ നല്ലൊരു ഫീല് കിട്ടും നമുക്ക്. അതിൻ്റെ ഒരു ആത്മാർത്ഥതയൊക്കെ വരും. പിന്നെ ഈ ഒരു മരം കൊണ്ടുള്ളൊരു തണുപ്പുണ്ടല്ലോ, ഒരു AC-ക്കും സമ്മാനിക്കാൻ പറ്റാത്ത ഒരു കൂളാണ്. മാത്രമല്ല ഈ ചെറിയ കിളിവാതിലായതുകൊണ്ട് ഇതുവഴി ഇങ്ങനെ കാറ്റിങ്ങനെ വരും. ആ കാറ്റ് നമുക്കിങ്ങനെ കൊണ്ടുപിടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞത് അതൊരു വേറെ എന്താ പറയുക, അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അതായത് പൊന്നാനിപ്പള്ളി നമ്മളെ കാണുന്നത് പോലെ ആ ഒരു മക്ദൂം തങ്ങളുടെ ചരിത്രം മാത്രമല്ല, ഈ ആശാരിയുടെ ഈ ഒരു നിർമ്മാണ രീതിയിലും നമ്മളിതിന് അത്ഭുതം കൂറേണ്ട ഒന്നാണ്. ഈ പള്ളിയിലെ മറ്റൊരു അത്ഭുത കാഴ്ച, പണ്ട് കാലത്തൊക്കെ ഉള്ളതുപോലെ 2 ഡോറ് തുറന്ന് നമുക്കിങ്ങനെ കയറി വരാം. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഒരു ലോക്കാണ് ഇതിൻ്റെ പ്രധാനം. ഈ ലോക്കിൽ ഇത് ഇവിടെ നിൽക്കുന്നു.
ലോക്ക് നമുക്ക് ഊരി ഡോറ് തുറക്കാം. പണ്ട് കാലത്തെ നിർമ്മിതികളൊക്കെ എങ്ങനെയാണല്ലേ, ആശാരിമാരുടെയൊക്കെ ഒരു കഴിവ്. പണ്ടത്തെ കാലത്തെ മഞ്ചലുകളൊക്കെയുള്ള വീടുകളുണ്ടാവുമല്ലോ, ആ വീടിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പഴയ കൊട്ടാരമൊക്കെ നമ്മൾ കാണുമ്പോൾ അന്നത്തെ ആശാരിമാരുടെ വാസ്തുശാസ്ത്രത്തിൻ്റെയും അവരുടെ ഒരു കഴിവൊക്കെ ഉണ്ടല്ലോ, ആ കഴിവ് സമ്പൂർണ്ണമായിട്ടും നിക്ഷേപിച്ച ഒരു പള്ളിയാണ് പൊന്നാനി പള്ളി. അവിടുത്തെ ആ ഒരു നാലുകെട്ടിൻ്റെ അകത്തൂടെയുള്ള ഒരു ഇടനാഴിയിലൂടെയാണ് നമ്മൾ കുറച്ച് മുമ്പ് സഞ്ചരിച്ചത്. ആ ഇടനാഴി ഇതുകൊണ്ട് പൂട്ടിക്കഴിഞ്ഞാൽ ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇവിടുന്ന് മുകളിൽ നിന്ന് ഒരാളിത് പൂട്ടാണ്, ഒരു ബന്ധവുമില്ല, താഴെയുള്ള ആൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പം അന്നത്തെ സുരക്ഷിതത്വവും ആ കാലഘട്ടമൊക്കെ അങ്ങനെയാണല്ലോ, പോർച്ചുഗീസ് ബ്രിട്ടീഷ് ആധിപത്യമൊക്കെ നടക്കുന്ന കാലം. അപ്പം അതൊക്കെ എന്തോ അറിയില്ല, അതിൻ്റെ ചരിത്രമൊക്കെ വേറെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ചയാണ് ഹൗല്. ഈ ഹൗല് പഴയ പള്ളികളിൽ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ ഹൗല് എന്ന് പറയുന്ന സംസ്കാരം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷമൊക്കെ നമ്മുടെ നാട്ടിലെ മിക്ക പള്ളികളും ടാപ്പുകളാക്കി മാറ്റി. ഒന്ന് വെള്ളം കൂടുതലുള്ളത്, പിന്നീട് പലതരത്തിലുള്ള നിർവചനങ്ങൾ ആരോഗ്യകരമായിട്ട് വന്നതുകൊണ്ടൊക്കെ പിന്നീട് ആ കമ്മിറ്റിയും അതിൻ്റെ ഹെൽത്തും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കുറച്ച് കാഴ്ചകൾ ഒരുക്കി. പക്ഷേ ഇന്നും പൊന്നാനി പള്ളിയിൽ ഹൗലുണ്ട്. കോഴിക്കോട്ടെ മിഷ്കാൽ പള്ളിയിലും അതോ അതിൻ്റെ തൊട്ടടുത്ത മുച്ചുന്തി പള്ളിയിലുമൊക്കെ ഇതുപോലത്തെ ഹൗലുകൾ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാം. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളിവിടെ ഇങ്ങനെ ഈ കല്ലിൽ ഇരുന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒതുവെടുക്കും എന്നത് എനിക്ക് കഴിയില്ല. ഇവിടെ നിന്ന് ഒതുവെടുത്ത് എങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് കുനിഞ്ഞ് നമ്മുടെ ശരീരത്തിലൊന്നും അല്ലെങ്കിൽ വസ്ത്രത്തിലൊന്നും വെള്ളമാവാതെ എങ്ങനെ കഴിയുക എന്നുള്ളത്. പക്ഷേ അന്നത്തെ കാലത്തെ ആളുകൾക്ക് അത് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഈ മെയ്വഴക്കം ഉണ്ടായില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ നമ്മളതൊന്നും കാണുന്നുമില്ല. കാണണമെങ്കിൽ വളരെ കുറഞ്ഞ പള്ളികളിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, അതും പഴയ നിലയിലുള്ള പള്ളി. ഏതായാലും പൊന്നാനി പള്ളിയിൽ ഇന്നും ഞാൻ പറഞ്ഞില്ല, ഈ നാലുകെട്ട് ഞാനിപ്പോൾ നടന്ന് കാണിച്ചില്ല, നാലുകെട്ടും അതിൻ്റെ ആ ഒരു വരാന്തയും നമ്മളിപ്പോൾ കണ്ടു. ആ വരാന്തയിൽ നിന്ന് നമ്മൾ നേരെ നോക്കുന്നത് ഈ ഹൗലിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം എങ്ങനെയാണ് അന്നത്തെ ആളുകളൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകുന്നത്. ഏതായാലും എങ്ങനെയാണ് വുളു എടുക്കുന്നത് ഇതിൽ നിന്നുള്ളത് ആജിക്ക നമുക്കിപ്പോൾ വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നു. ഒരു തരിമ്പ് ഇല്ലേ ആജിക്ക, കഴിഞ്ഞെങ്കിൽ ഇതാ എവിടെയും വെള്ളമില്ല. ഈ സ്ഥാനത്ത് ഞാനായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഡ്രസ്സാകെ നനഞ്ഞേനെ. അപ്പോൾ ഇതിനൊരു മെയ്വഴക്കം വേണം അല്ലേ, പ്രത്യേകിച്ച്. അങ്ങനെ ഞങ്ങളിപ്പോൾ പള്ളിയുടെ ഒന്നാമത്തെ നിലയിലാണ്, പള്ളിയുടെ മുകളിലാണ് ഞങ്ങളുള്ളത്. അപ്പം ഇവിടെ ഇപ്പോൾ ദർസുകളാണ്, ഇപ്പോൾ ഇവിടെ ദർസ് നടക്കുന്നുണ്ട്. നമ്മൾ ഈ പഴയ ആ ഒരു പാരമ്പര്യ ദർസ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുട്ടികളുടെ ഒരു സ്വകാര്യ ആവശ്യമായതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ കൊണ്ടുവന്ന പെട്ടിയും അവരുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള പെട്ടിയും ഒക്കെ നമ്മൾ കാണുമ്പോൾ അതൊക്കെ ആ ഒരു പഴയ കാലഘട്ടത്തിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അവരുടെ ഒരു സ്വകാര്യ വസ്തുക്കളായതുകൊണ്ട് തന്നെ നമ്മൾ പഴയ പെട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കത് കാണിക്കാൻ പറ്റുമോ? അജിക ഈ കമ്മിറ്റിയുടെ ഈ പള്ളി കമ്മിറ്റിയുടെ മെമ്പർ കൂടിയാണ്, ഭാരവാഹി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പെർമിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും പിന്നെ ഈ മരമൊക്കെ ഇവിടെ അന്നത്തെ വെട്ടത്തുനാട് രാജാവിൻ്റെ ആ ഒരു ഒറ്റ മരമാണ്. അപ്പോൾ അത് എത്ര വലിയ മരമായിരിക്കും? അതിൻ്റെ കാലം വേറെ കാണാം. ഈ കാലമല്ലോ ഇതിലാത്തിന് ഇതിൻ്റെ തൂണ് ഇതിൻ്റെ ഫില്ലറാണ്. ഏതാ മരം വെരിഫൈ ചെയ്തിട്ടുണ്ടോ? വെരിഫൈ ചെയ്തിട്ടില്ല. ഏതായാലും ഇതൊരു അത്ഭുതമാണ്. ഇനി അവിടെ ആ കാണുന്ന സ്ഥലത്താണല്ലേ നമ്മൾ എന്താണ് ജിന്നിന് ക്ലാസ് എടുക്കുന്നതെന്ന് പറയുന്നത്, അത് മേലെയാണ്. അപ്പോൾ ഈ പറഞ്ഞ സംഭവമാണ് അത് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് കയറാം. ഒന്നാമത്തെ നിലയുടെ ഇവിടെ ഇരിക്കുന്നു അല്ലേ? നല്ല കാഴ്ചയും നല്ല കാറ്റും ഒക്കെ ഉണ്ടാവും അല്ലേ? ഇതൊക്കെ അന്നത്തെ അതേ മരം തന്നെ അല്ലേ? ഇവിടുന്ന് ശരിക്കും നമ്മളത് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ ഒരു ഘനഗാംഭീര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു തടി കൊണ്ടാണ്
ഇതൊക്കെ നിർമ്മിച്ചതെന്ന് നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാനൊക്കെ പ്രയാസം ഉണ്ടാകും. പക്ഷെ നമ്മൾ ചിലത് അങ്ങനെയാണല്ലോ, നമ്മളങ്ങനെ വിശ്വസിക്കണമല്ലോ, ചരിത്രമാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ളൊരു ജിന്നുകൂട്, രണ്ടാമത്തേതിലേക്കൊരു ജിന്നുകൂട് എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട് കേട്ടോ. പേടി ഒരു എന്താ പറയുക, ഒരു ദുരൂഹതയുടെ ഒക്കെ ഉണ്ടാവാറില്ലേ, നമ്മളങ്ങനെ ചില കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഇവിടെ ഒരു തട്ട് തന്നെയാണ് അല്ലേ, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക, ഇതിൻ്റെ ഒരു നമ്മളിങ്ങനെ നിൽക്കുമ്പം തന്നെ ഒരു ദുരൂഹതയുടെയോ അല്ലെങ്കിൽ എന്താ ഇത് പറയാ, ഒന്നും പറയാനില്ല. ഒന്ന് ഇവിടുത്തെ ഈ ഒരു വാക്ക്, അന്നത്തെ ആശാരിമാർ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആശാരിമാർക്ക് ഇങ്ങനെ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്, ഇന്നത്തെ എൻജിനീയർമാർക്കൊക്കെ. കാരണം ഇതിൻ്റെ ഒരു കനം, ഈ വാതിലിൻ്റെയും ഈ തട്ടിൻ്റെയും ഒക്കെ ഒരു കനമുണ്ട്. ഈ കൗക്കോലിൻ്റെ കനം തന്നെ നോക്കാം നമ്മളിതാ. ഏതായാലും ഇതൊരു ഗംഭീര നിർമ്മാണം തന്നെയാണ് കേട്ടോ, കണ്ടിരിക്കേണ്ട സംഭവമാണ്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് പോയി നോക്കാം അല്ലേ. അപ്പം ഇതാണ് ഇവിടെ പ്രവേശനമില്ല എന്ന്, നമുക്കവിടെ കയറാൻ പാടില്ല, നോക്കാം, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല എന്നല്ലേ. ഇതാണ് ജിന്നിന്റെ കൂട് എന്ന് പറയുന്നത്. പഴയ കാലത്ത് ഇപ്പൊ ഇല്ല, ഇപ്പൊ അതിനിപ്പോ മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചല്ലോ. അന്ന് ജനങ്ങളില്ല, അത് ആലിമീങ്ങളും അവരെയൊക്കെ ഒരു മഹാന്മാരും ഉള്ള ഒരു കാലഘട്ടമാണ്. അന്ന് അള്ളാഹിനെ വിളിക്കുത്തരം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നതല്ലല്ലോ. അപ്പൊ അവര് വഴിയാണ് മാറി അരി വരന്നെ വർഷങ്ങളായിട്ട് കഴിഞ്ഞപ്പോൾ അവർ വഴി മാറിയതാണ്. ദൃശ്യത്തിൽ കൂടുതൽ വ്യക്തമാവുന്നുണ്ടാകും. ഒരാൾക്ക് കഷ്ടി അവിടെ ഇരിക്കാനൊക്കെ, നല്ല ഹൈറ്റുള്ള ഒരാൾക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു ചെറിയൊരു കൂട്, അപ്പോൾ ഒരു കോൺ ആകൃതിയിലാണ് ഈ ഒരു നിർമ്മാണം അല്ലെങ്കിൽ ഈ ഒരു പള്ളിയുടെ മുകൾ വശം ഇരിക്കുന്നത്. നമുക്കതിനകത്തോട്ട് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ അവിടേക്ക് കയറുന്നില്ല. പക്ഷെ ഒരു പകൽ വെളിച്ചത്തിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്കിത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. നല്ല വെളിച്ചമുണ്ട്. ഇത് പെയിന്റ് അടിക്കുകയോ പോളിഷ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ശരിക്ക് നമ്മുടെ ആളുകളുടെ ഏറ്റവും വലിയൊരു കൾച്ചർലെസ് സ്വഭാവമാണ് കേട്ടോ ഈ എഴുതി വെച്ച കണ്ടില്ലേ, ഷാഹിദു കൊടുങ്ങല്ലൂർ. ശരിക്ക് നമ്മുടെ ആളുകളുടെ ഏറ്റവും ദുഷിച്ചൊരു സ്വഭാവത്തിൽപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ പൊന്നാനി പള്ളിയിലെ ഏറ്റവും മുകളിലത്തെ ഈ ഒരു നിർമ്മിതിയിൽ ഇവർ പെയിന്റ് പോലും അടിക്കാതെ സംരക്ഷിച്ചു വരുന്നൊരു സംഭവമാണ്. കാരണം അതങ്ങനെ നിലനിന്നുള്ളൂ. ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ സന്ദർശിച്ചവൻ്റെ പേര് പേന കൊണ്ട് എഴുതി വെച്ച് മഷി കൊണ്ടിത് മലിനമാക്കുന്ന തരത്തിലുള്ളൊരു കൾച്ചർ ശരിക്കും നമ്മൾ ചെയ്യരുത്. എനിക്ക് നമ്മളൊക്കെ ഇപ്പോൾ ട്രാവലിങ്ങിനൊക്കെ ആളുകളൊക്കെ കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാത്രകൾ പോകുന്ന ഒരു കാലമാണ്. നിങ്ങൾ താജ്മഹലിൻ്റെ മുകളിൽ പോയിട്ട് ഇത് എഴുതി വെക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇത് എഴുതി വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? അപ്പോൾ ഞാനിവിടെ പേര് ഷാഹിദു കൊടുങ്ങല്ലൂർ, സലാഹുദ്ദീൻ താനൂർ, ഫാസിൽ, അങ്ങനെയൊക്കെ ഇവർ പേര് എഴുതി വെക്കണം. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എവിടെ പോയാലും ചെയ്യരുത്. മലയാളിയുടെ ഏറ്റവും ദുഷിച്ച സ്വഭാവത്തിൽപ്പെട്ട ഒന്നാണ്. കാണുന്ന ചുമരിലും ട്രെയിനിൻ്റെ ബാത്റൂമിലും ഒക്കെ ഇതിങ്ങനെ എഴുതി വെക്കുക. ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട പൈതൃക സ്മാരകങ്ങളാണ്. അത് സംരക്ഷിക്കപ്പെടണം. നിങ്ങൾക്ക് ഇത് എഴുതാതിരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കിത് കാണുമ്പോൾ സങ്കടം കൊണ്ട് പറയാൻ തോന്നുന്നല്ലേ അജയരെ. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഈ കമ്മിറ്റിയോ ഈ നാട്ടുകാരോ ഇത് എഴുതി വെക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മളെപ്പോലെ വരുന്ന ആളുകളാണ് ഇത് എഴുതി വെക്കുന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കുക, ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ ഈ നാട്ടുകാരാണ്, അയൽവാസിയാണ്, ഇവിടെ കയറാൻ തന്നെ പേടിയാണ്. എന്താണ് അതിൻ്റെ ഒരു മാറ്റമാണ്. ഏതായിരുന്നാലും പൊന്നാനി പള്ളി കണ്ടു, പൊന്നാനി പള്ളിയിലെ പഠന രീതി കണ്ടു, പൊന്നാനി പള്ളിയുടെ ചരിത്രം കേട്ടു, പൊന്നാനി പള്ളിയുടെ മുകൾ തട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഒരു കാലഘട്ടത്തെ നമ്മളിലേക്ക് ഇങ്ങനെ ആവാഹിക്കുകയും അതോടൊപ്പം തന്നെ ഈ പൈതൃകവും ഈ ഒരു സ്മാരകവും ഈ നിർമ്മിതിയും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു അന്താളിപ്പ് നമ്മളിൽ മാറിയിട്ടുമില്ല. ഇതൊക്കെയാണ് പൊന്നാനി പള്ളി. ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിന് വലിയ വിശാലമായ ഇസ്ലാമിക പഠനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ വലിയൊരു വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഒരു പൈതൃകം അവകാശപ്പെടാനുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ പൈതൃകങ്ങളിലൂടെ സഞ്ചരിച്ച് യാത്ര പോകുന്നത്. പൊന്നാനി പള്ളിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.